വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മളൊരു കണ്ടസ്റ്റിനെ പോയി പിക്ക് ചെയ്യാൻ പോവുകയാണ്. അവൻ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി, എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ആലപ്പുഴ ഓൾറെഡി എത്തി. കക്ഷി എറണാകുളത്താണ് വന്നത്. അപ്പോൾ 2 കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യം, 2 സബ്സ്ക്രൈബർ. അപ്പം രണ്ടാമത്തെ ആള് മാംഗ്ലൂരിന്റെ ബോർഡറിന്റെ അവിടെ നിന്നായിട്ടാണ് വരുന്നത്. പക്ഷെ അവൻ ഇന്നലെ രാത്രി വരെ ബസ്സിൽ കയറുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, ഫുള്ളി ഗോസ്റ്റഡ്. അവസാന നിമിഷം എത്തിയപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ തേച്ചിട്ട് പോയി. എന്ത് ചെയ്യാനാ, 3 ദിവസത്തെ വീഡിയോ. ഇന്ന് തുടങ്ങി തിങ്കളാഴ്ച തീരുന്ന വീഡിയോയാ. അതിൻ്റെ ഇടക്കാണ് ഒരു സബ്സ്ക്രൈബർ എന്നെ തേച്ചത്. എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഇനി ഒരാളെ കൊണ്ട് തപ്പണം പെട്ടെന്ന്. ഇന്ന് തന്നെ തപ്പണം. നമ്മുടെ 2-3 മണിക്കൂർ ഷൂട്ടുള്ളതാണ്. 12 മണിയാവുന്നു. 3 മണിക്ക് 3:30 ഷൂട്ടുണ്ട്. കണ്ട 12 മണി ആകാൻ പോകുന്ന 10 മിനിറ്റ്. ഡേയ്, നീ ഇവിടെ ഉണ്ടായിരുന്നാ? എടാ ഹായിടാ വീഡിയോക്കകത്ത്. അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്കടാ. എന്തോ ബീഡിനാണെന്ന് കണ്ട, കാലൊക്കെ വെച്ചിരിക്കുന്ന കണ്ട. മടക്കി എടുത്ത് തോളത്തിടാ അല്ലേ ഇത്. നമ്മളിപ്പം മാനേജറിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പൊ 5 മിനിറ്റ് ദൂരം ഉള്ള എൻ്റെ വീട്ടിൽ നിന്ന്. നമുക്ക് അവിടെ പോയിട്ട് മാനേജറിലേക്ക് ചോദിക്കാം അവൻ അടുത്ത കക്ഷീനെ വല്ലതും തപ്പിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂട്ടത്തോട് തപ്പണമെന്നൊക്കെ. മാനേജറിന്റെ വീടിന് മുമ്പ് ഇത്ര തിരക്കെന്താണ്? മാനേജർ വടിയായ ഇവ ഒരാൾ പോയെന്നും പറഞ്ഞ് ജോലി ക്വിറ്റ് ചെയ്യുവാണോ? കാണുന്നില്ലല്ലോ, ഇവിടെ സ്ഥലം പോലും ഇല്ല വെക്കാൻ. ഇവിടുന്ന് ഇത് പോകത്തില്ല ചേട്ടാ. ചേട്ടാ ഓട്ടോ പോകത്തില്ല. ഞാൻ പുറമെടുത്തിട്ട് കാര്യമില്ല, പുറമെടുക്കേണ്ടി വരും ചേട്ടാ. ഇതെന്താണ് ഇവിടെ ഇത്ര തിരക്ക് ദൈവമേ? ഇത്ര നാളെ നീ എന്നെ വിളിക്കാൻ വേണ്ടി ആദ്യമായിട്ടല്ലേ ഇവിടെ ഇത്ര ആൾക്കാരെ കാണുന്നത്? അതെ, ഞാൻ തന്നെ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ഇപ്പഴാ അറിയില്ല. നല്ലതാ. ഓട്ടെങ്കിലൊക്കെ മറ്റേ കക്ഷി എന്തായി? ഒരുത്തൻ എന്തിനാണ് ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞല്ലേ? എന്ത് കഷ്ടമാണ് ഇവർക്ക്. ഒരു സാമാന്യ മര്യാദ ഇല്ലടാ. ഒന്ന് വിളിച്ചു പറഞ്ഞ അല്ല, വേണ്ട വിളിച്ചു പറയാനുള്ള മര്യാദ അല്ലേ, വിളിച്ച് എടുത്തിട്ട് പറയാമല്ലോ. പറ്റുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞാൽ വേറെ ആളെ നോക്കി കുഴപ്പമില്ല. ഇത് ഇവര് പറയാതിരുന്ന അവസാന നിമിഷം വരെ ഇന്ന് എത്തേണ്ടവനാ. ഇപ്പൊ അതിനുവേണ്ടി നോക്കിയപ്പോ കിട്ടുന്നില്ലല്ലേ? സത്യം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന. അന്ന് കൺഫേം ചെയ്താ പല പ്രാവശ്യം. ഇന്നലെയും വിളിച്ചിട്ട് ചോദിച്ചു വരുവാ. ശരി വരും, ഞാൻ രാവിലെ അവിടെ എത്തുമെന്ന് പറഞ്ഞു. നമ്മള് വേറെ കാര്യങ്ങളോട്ട് നമുക്ക് ചുമ്മാ ഇരിക്കല്ലോ. എന്തായാലും ആട്ടെ, അടുത്ത ആൾ നോക്കാൻ പെട്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വീഡിയോക്ക് അതിന് വരണമെങ്കിൽ ഇല്ലേ, നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും മാറ്റം വന്നാൽ അപ്പൊ തന്നെ പറഞ്ഞേക്ക്. നിങ്ങൾ മെസ്സേജ് ഇട്ട് ഞാൻ അപ്പൊ തന്നെ വേറെ ആരെങ്കിലും നോക്കും. അവസാന നിമിഷം എത്തിയിട്ട് ഫോൺ എടുക്കാതിരിക്കുമ്പോ പിന്നെ ആ ടാസ്കാ. ഇപ്പം കുഴപ്പമില്ല, ആയാലും തപ്പ. നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ വന്നോണ്ടിരിക്കുകയാണ് അവിടുന്ന്. എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു? കേറ്. അവൻ സൂട്ട് കേസ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. നോക്കി, ഇന്ന് ശനിയാഴ്ച, ഇനി തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്താം. ബ്രോനെ നമുക്ക് എന്തായാലും റൂമിൽ ആക്കാം. എന്നിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോയി വിളിക്കാം. നല്ല കാര്യം ഇവന്റെ പേര് ബുക്ക് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ വേറെ ഒരു ഹോട്ടലിലൂടെ ബുക്ക് ചെയ്യേണ്ടി വന്നേ. അപ്പൊ നമുക്ക് പോയി നമുക്ക് ഇവിടുന്ന് അടുത്ത ആളെ തപ്പണം. അല്ലാതെ എന്ത്, നമുക്ക് പയ്യനെ കിട്ടി കേട്ടാ. അവിടെ ഈ വീഡിയോക്ക് വേണ്ടിയുള്ള ഒരുത്തരം ഓൾറെഡി നമ്മൾ ഹോട്ടലിൽ കൊണ്ടാക്കിയല്ലേ. ഇത് വേറെ അടുത്തിനെ കിട്ടി. ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോക്ക് അത് വന്നിട്ടുണ്ട്, അവനെ തന്നെ കിട്ടിയത്. അല്ലാതെ എനിക്ക് ഫ്രഷ് ആയിട്ട് ഒരാളെ പിക്ക് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. ഞാൻ തപ്പിയിട്ട് കിട്ടുന്നില്ല, കുറേയൊക്കെ നോക്കി കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് തന്നെ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ എന്ന് പറയുന്നത് കുറച്ച് റീസെന്റ് ആയ ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങളൊന്ന് ഗസ് നോക്കി ആരായിരിക്കും എന്ന്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം, കണ്ടിട്ടുണ്ട് നിങ്ങൾ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വീഡിയോ. എന്തായാലും ഇവനിപ്പോ വരും. എറണാകുളത്താണ് വരുന്നത്. അപ്പൊ അവന് 4 മണിയെങ്കിലും പോവാം. ഈ സമയം കൊണ്ട് നമ്മളൊന്ന് ക്യാമറ പോയി മേടിച്ചിട്ട് വരാം. ഗേറ്റ് സ്വന്തമായിട്ട് പറയുകയാണല്ലോ. എനിക്ക് സാധാരണ ഞാൻ ഒരു ക്യാമറ എടുത്തേനെ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ എനിക്ക് റെന്റ് ചെയ്യുന്നത് കുറച്ചൊരു ലാഭം. FX3 എല്ലാം വേണം. എനിക്ക് വെയിലത്തല്ല മിക്കതും ഷൂട്ട്. അപ്പം FX3 പിന്നെ ലെൻസൊക്കെ ആകുമ്പോൾ 5,30,000 വരും. തൽക്കാലം പിന്നത്തേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറ കിട്ടിയേട്ടാ FX3. എന്താ പേപ്പറൊക്കെ ഇരിക്കുന്നത്? FX3 മോനെ കിടിലൻ ക്യാമറയാണ്. ഓഫ് ആകാത്ത പോലും ഇല്ല. ഓൾട്ടോ, കിയോ, എക്സ്പ്രസോ, സെലേറിയോ, വാഗ്നാർ, സ്വിഫ്റ്റ്, ഡിസയർ, ബ്രെസ, ഏതാ എർട്ടിക, GST ആണോ ഇത്? പിടിച്ചോ. പോയി നമുക്ക് ഇറങ്ങാം. നമ്മോട്ടെ. പെട്ടെന്ന് അറിയാതെ കയ്യിൽ നിന്ന് വിട്ടുപോയതാ ഫോൺ. വിട്ടുപോയതല്ല, സത്യം പറഞ്ഞാൽ അവർ എണ്ണ കൈ തേച്ചായിരുന്നു മുടിക്ക് വേണ്ടി. അപ്പോൾ അത് കാരണം തെന്നിപ്പോയത്. അപ്പോൾ എന്തായാലും അതും വിട്ടുപോയത് തന്നെ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം. രണ്ടാമത്തെ പയ്യനും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഇൻട്രോ ഒക്കെ വിട്ട് പെട്ടെന്ന് വരാം. ലൈറ്റ് തീർന്നുകൊണ്ടെങ്കിൽ അവിടെ സമയമില്ല, പെട്ടെന്ന് ചെയ്യണം പോയിട്ട്. ഇപ്പോഴും എല്ലാ വീഡിയോ എൻ്റെ ഇങ്ങനെ മുൾമുനയാ. നമ്മുടെ മാനേജർ വണ്ടി കയറുന്നത് അക്ഷയ് മുമ്പിൽ 2 ക്യാമറമാൻ എല്ലാവരും ഉണ്ട്. ജസ്റ്റ് പോയാൽ മാത്രം മതി. നീ കയറിക്കോ. പക്ഷേ കൈയും കാണിച്ചിരിക്കുന്ന യേശുവാ. കുഴപ്പമില്ല, വളയ്ക്കാം. 2 പേരും വരുന്നു ഈ ചാലഞ്ചിന് വേണ്ടിയുള്ളവരിത്. ഇതിന് ഓർമ്മയുണ്ടോ? ഇവരെ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോക്കകത്ത് കണ്ടു കാണും. നമ്മുടെ ക്യാമറമാൻ ബൈക്ക് എടുത്തോണ്ട് വരും കേട്ടോ. ഇവന്റെ മുടി ചീത്തയാവുന്നു. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോ ആയിട്ടുണ്ട്. ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അത് നാളത്തേക്ക് ചെയ്യാനാ. അപ്പൊ ഇന്നൊന്നും പരിപാടി വേറെ ഒന്നും ഇല്ല. അപ്പൊ നമ്മളെല്ലാം വീട്ടിൽ പോയവരെയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം സൈക്കിൾ ജിമ്മിലോട്ട് പോവുകയാണ്.
അപ്പം ഓൾമോസ്റ്റ് ഒക്കെ എല്ലാ വീഡിയോയും സെറ്റാണ് പൊക്കോണ്ടിരിക്കുന്നത്. ടാസ്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് നാളെയാണ്. അതാണ് ഇപ്പം ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയി നാളെ അവർ പറയുന്ന സമയത്ത് അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഇത് മെയിൻ ചാനലിൽ വരും. മോസ്റ്റ്ലി അടുത്ത ആഴ്ചക്കുള്ളിൽ ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിടും. അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ വരും ഇത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡിലേ ഒന്നും വരത്തില്ല. ഈ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ഏറെ എഡിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ഏറെ ചാർജ് ആവും. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നു. സൈക്കിളിൻ്റെ സീറ്റ് ഒന്ന് മാറിയ സുഖമായിരുന്നു. ആരാ നോക്കിയാൽ നമ്മുടെ കൺസിസ്റ്റൻറ്റ് പോരാളി, ജീവിതകാലം ഫുള്ളും കൺസിസ്റ്റൻസിക്ക് വേണ്ടി പേരെടുത്ത ആളാ. നേരത്തെ വന്നോ? ഇതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിപ്പിക്കുമായിരിക്കും. നിങ്ങളെപ്പോലെ കൺസിസ്റ്റന്റ് അല്ലാതെ വന്നിട്ട് കാര്യമില്ല. ആണോ? കൺസിസ്റ്റന്റ് ആണോ? 9 വർഷം കൺസിസ്റ്റന്റ് ആയാതെ ഈ ഒരു ഫിസിക് ഉണ്ടാകാം. മാനേജറിനെ പിന്നെയും കണ്ടുപിട്ടി. എവിടെ പോയാലും നീ ഉണ്ടല്ലോ. ആണ് കറക്റ്റ് തിരിഞ്ഞ എല്ലായിടത്തും മാനേജറും ഉണ്ടല്ലോ. ഒരു ഉരുണ്ടല്ലേ നമ്മള് ജീവിക്കുന്നത്. ആണോ? ഈ ഉരുണ്ട് ഇത്ര ചെറുതായിരുന്നു. നമ്മുടെ കൺസിസ്റ്റന്റ് പയ്യനായിട്ട് ചെയ്ത് ഞാനും കൺസിസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഉള്ളതെല്ലാം പോയി തുടങ്ങുന്നു ഇപ്പൊ. ഇനി ഒന്നുമില്ല ബാക്കി. കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞോ. 9 വർഷമായിട്ട് വന്നപ്പോ ഞാൻ കണ്ടെന്ത് പറ്റിയെന്ന്. അതൊക്കെ ഇത് നാച്ചുറലാണ്. ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ടാക്കിയ അത് നമ്മള് കിണറ്റി വെള്ളത്തിൽ കളക്കുന്നതാ. പച്ചവെള്ളം ആളാ. ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇടാത്ത എഫേർട്ട് ഇപ്പോഴും ഇടുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം എനിക്ക് നല്ല മസിൽ ലോസും ഉണ്ടായിരുന്നു. പിന്നെ ആഹാരം കഴിക്കുന്ന പൊതുവെ കുറവായിരുന്നു. അറിയാമോ? എന്ത് ചെയ്യാനാണ് എനിക്ക് എന്നൊക്കെ പറയാനും കറങ്ങി തിരിഞ്ഞ് പറയാൻ പോകുന്നത്. ഞാൻ വീഡിയോ കാരണം കഴിച്ചില്ലെന്നൊക്കെയാണ്. ഞാൻ വീട്ടിലെത്തി. എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്ത് രാവിലെ 3 മണിക്ക് എഴുന്നേക്കണം. അപ്പം 3 മണിക്കൂർ തുറക്കായിരിക്കും കിട്ടാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ മേടിച്ചോളൂ, എനിക്കറിയാം. LED വീഡിയോ ലൈറ്റ്. ഇതെന്നറിയാം, ഐഫോണിനകത്ത് വീഡിയോ ഒക്കെ എടുക്കാനകത്ത് ചിലപ്പോൾ ലൈറ്റ് കുറവായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള LED വീഡിയോ ലൈറ്റാണ്. ഇത് വർക്ക് ചെയ്തോണ്ടോ നോക്കാം കേട്ടോ നമുക്ക്. ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇല്ലെന്ന്. എന്റെ കാലിന് എന്താണ് ചെയ്തത് കൂടെ? ഓ ഇതെന്താണ് ഫ്ലാഷ് ആകുന്നു? ഓ വെള്ളയും മഞ്ഞയും കൂടി ഫ്ലാഷ് ആകുന്നു. ഓയേ ഞാൻ ഇതിന് വേറെ കളറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 3 ലൈറ്റാണ് ഉള്ളത്. 1 2 3. ഇപ്പോൾ ഇരുട്ടതൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വീഡിയോ ചേർത്ത് കാണാം. 2 ദിവസത്തേക്ക് ചിലപ്പോൾ വീഡിയോ വരത്തില്ല. ഞാൻ നാളെയും മറ്റന്നാളൊക്കെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ബിസി ആയിരിക്കും കേട്ടോ.